വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ ആണ്. ഹെയർ സ്റ്റൈലിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ എൻ്റെ ഏത് ഹെയർ സ്റ്റൈൽ വീഡിയോ ഇട്ടാലും നല്ല സപ്പോർട്ട് എനിക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുതിയ ഹെയർ സ്റ്റൈൽ വീഡിയോ ആയിട്ട് വന്നത്. ഹെയർ സ്റ്റൈൽ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലിംഗ് ആണ്. അതായത് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഹെയർ എടുത്ത് ഇതേപോലെ നമ്മൾ സാധാരണ മടയൂലേ അതേപോലെ മടഞ്ഞു കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് മടയണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഞാൻ മടയുമ്പോൾ ടൈറ്റായി മടഞ്ഞു പോയിട്ടോ. അങ്ങനെ ടൈറ്റായിട്ട് മടയണമെന്നില്ല, താഴോളം മടയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇതേപോലെ മടഞ്ഞു കൊടുക്കാം. എന്നിട്ടൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ വെസ്റ്റേൺ ഒക്കെ ചെയ്യുമ്പോൾ വെസ്റ്റേൺ ഹെയർ സ്റ്റൈലായിട്ട് കൂട്ടാം നമുക്ക്, അല്ലെങ്കിൽ സാധാരണ നോർമൽ ഹെയർ സ്റ്റൈലുകളിൽ ചെയ്യാം. ഏതിനൊപ്പം ചേരുന്ന ഹെയർ സ്റ്റൈലാണ്. അതായത് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടി ഈ ഹെയർ സ്റ്റൈൽ ഭയങ്കര സൂട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ മടഞ്ഞിടുക. പിന്നെ മടഞ്ഞിട്ടിട്ട് നിങ്ങളെ മുടിക്ക് ഒരു കെട്ടുമില്ല എന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കുടുങ്ങിയിട്ട് നമുക്ക് ആ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ എന്നുണ്ടെങ്കിൽ വലിയ ഹെയർ സ്റ്റൈലൊന്നുമല്ല, എന്നാലും കുറച്ച് നല്ല ഭംഗിയുള്ളതാണ്. ഇതേപോലെ ലൂസായി കൊടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മടയുമ്പോൾ കുറച്ച് ടൈറ്റിൽ മടയേണ്ട. ഞാൻ മടഞ്ഞു പോയതുകൊണ്ടാണ് ഇത്ര ടഫായി എനിക്ക് വന്നത്. അപ്പോൾ ലൂസാക്കിയിട്ട് മടയുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് നല്ലോണം വെളിച്ചൊക്കെ കിട്ടും. അപ്പോൾ ഒരു നല്ല വൃത്തിയിൽ അങ്ങ് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ലൂസാക്കിയിട്ട് മടയാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ആ മടഞ്ഞ മുടി മുന്നിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള മുടി നന്നായിട്ട് ചീകിയിട്ട് പിന്നെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കെട്ടുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് റബ്ബർ ബാൻഡ് കെട്ടുമ്പോൾ നന്നായിട്ട് ടൈറ്റിൽ ചെയ്യണം കേട്ടോ. എനിക്ക് രണ്ടാമതും ചെയ്യേണ്ട വന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ആ മുടീനെ ഇപ്പുറത്തേക്ക് ഉള്ളിലേക്ക് ആക്കുക വേണ്ടത്. അതുകൊണ്ട് തന്നെ നല്ലോണം ടൈറ്റായിട്ട് ചെയ്യണം റബ്ബർ ബാൻഡ്. എനിക്ക് ആദ്യം വന്നതുപോലെ നിങ്ങൾക്ക് അബദ്ധം വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും ചെയ്യുന്നതുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അബദ്ധം വരാൻ പാടില്ല. സോ നല്ല ടൈറ്റായിട്ട് സെക്യൂരിറ്റി ഇതേപോലെ ഒരു പൊളപ്പെടുത്തിട്ട് അതിലേക്ക് ഉള്ളിലേക്ക് ഈ മുടി ആക്കുക. കണ്ടോ, ഇപ്പോൾ നല്ല ഭംഗിയിൽ എടുക്കുന്നില്ല മുടി. ഇതേപോലെയാണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് നേരത്തെ മുന്നിൽ വെച്ച് ആ മടഞ്ഞ മുടി ഇതിൻ്റെ ഉള്ളിലേക്ക് സെക്യൂർ ചെയ്യാം. അപ്പോൾ ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വെരി സിമ്പിളല്ലേ? അപ്പോൾ ഈ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഈ ഹെയർ സ്റ്റൈൽ നമുക്ക് ക്ലോസ് ചെയ്യാം. പക്ഷെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബുഷ് ഇട്ടത്. പക്ഷേ അതത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഹെയർ സ്റ്റൈൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ പിന്നെ എല്ലാ ഡ്രസ്സിൻ്റെ കൂടി നമുക്ക് സൂട്ടാകും. ജീൻസിൻ്റെ കൂടി ആയാലും അല്ലെങ്കിൽ കുർത്തീൻ്റെ കൂടി ആയാലും ഒക്കെ സൂട്ടാകുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് മുടി മുന്നിലുണ്ടെങ്കിൽ അത് ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഹെയർ സ്റ്റൈൽ കാണുന്നാലോ. ഈ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് റെഡിക്കും വെസ്റ്റേൺ ടൈപ്പ് ഹെയർ സ്റ്റൈൽ തന്നെയാണ്. അതായത് മുടി മുന്നിൽ നിന്ന് ഓരോ ചെറിയ പാർട്ട് എടുത്തിട്ട് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് സെക്യൂർ ചെയ്യാം. അതായത് നമ്മളെ ഈ ക്ലിപ്പില്ലേ, ആ ബ്ലാക്ക് ക്ലിപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. അതിനൊരു സ്ലൈഡ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ക്ലിപ്പ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതേപോലെ ടെയിൽ കോമ്പിനൊക്കെ ബെറ്റർ ആയിരിക്കും കേട്ടോ. ടെയിൽ കോമ്പ് വെച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ടെയിൽ കോമ്പ് ഇല്ല, അതുകൊണ്ട് ഞാൻ സാധാരണ കോമ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതേപോലെ ട്വിസ്റ്റ് ചെയ്യാം, നന്നായി ട്വിസ്റ്റ് ചെയ്യുക. ഫ്രണ്ടിൽ നിന്നേ ട്വിസ്റ്റ് ചെയ്യാൻ കഴിയെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ്, നല്ല ഭംഗിയുണ്ടാവും. എനിക്ക് ഫ്രണ്ടിൽ നിന്നേ ട്വിസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നത് നിങ്ങൾ അതുപോലെ ചെയ്തോ, നിങ്ങൾ കൺവീനിയൻറ്റ് പോലെ ചെയ്തോ കേട്ടോ. അപ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടോ. ഇതിൽ നമുക്കിനി പിന്നെ ബാക്കിൽ ബുഷ് ഇടുന്നുണ്ടെങ്കിൽ ബുഷ് ഇടാം, അല്ലെങ്കിൽ അല്ലാത്തവർക്ക് മറ്റേ പോലെയാണെങ്കിൽ അതുപോലെ ചെയ്യാം. അപ്പോൾ എങ്ങനെയായാലും നല്ല ഭംഗിയുണ്ടാവും. ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? ബൈ.